ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, പക്ഷേ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു അപജയമുണ്ട്. എത്ര ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയാണിപ്പോൾ ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായിട്ടും സാമുദായിക സംഘടനകളുടെ ഒരു പിന്തുണ കിട്ടുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ അമൽ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങും കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പാർട്ടിയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ഇതേ ചൊല്ലിയും ഉണ്ടാവുകയാണ്. ഇങ്ങനെ പോയാൽ മതിയോ? ഇങ്ങനെയാണോ ഈ ഒരു അവസരത്തെ ഉപയോഗിക്കേണ്ടത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നും കോൺഗ്രസിനും വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നീട് എന്തോ അപജയം ഉണ്ടായത്. എവിടെ അപജയം ഉണ്ടായത്? എന്തിനെ പറ്റിയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. ഇവിടെ പെട്ടെന്ന് കോൺഗ്രസിന് അപജയം ഉണ്ടായത്? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയം മോശമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സർ ഉദ്ദേശിച്ചത്. അതിന് മുമ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പോ? അതെ, ഞാൻ എന്നോടല്ലേ ചോദ്യം ചോദിച്ചത്, ഞാനൊന്ന് മറുപടി പറയാം. താങ്കൾ പറഞ്ഞ എന്താ ഇപ്പൊ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കി, പിന്നെ അപജയം ഉണ്ടായി. എവിടെ അപജയം ഉണ്ടായി എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ വിജയം മോശമായിരുന്നു. ഭൂരിപക്ഷം എത്ര വർദ്ധിപ്പിച്ചു? ചേലക്കരയിലെ ഭൂരിപക്ഷം CPM-ന്റെ അവരുടെ ഏറ്റവും ഉറച്ച സീറ്റില് എത്ര കുറച്ചു? എവിടെയാണ് കോൺഗ്രസിന് അപജയം ഉണ്ടായത്? കോൺഗ്രസിന് അപജയം ഉണ്ടായി. അപ്പൊ അപജയം ഉണ്ടായപ്പോഴത്തേക്ക് ഇനി രമേശ് ചെന്നിത്തല വന്നാൽ കോൺഗ്രസിനെയും UDF-നെയും രക്ഷിക്കാം എന്ന് പറയുന്നു. നമ്മുടെ നമ്മുടെ റിപ്പോർട്ട് പറഞ്ഞ എന്തുവാ, ഇപ്പൊ NSS ഒരു സമ്മേളനത്തിലേക്ക് വിളിച്ചു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്തോ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയാണോ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? NSS-ന്റെ കാര്യത്തിൽ ആ ഒരു അകൽച്ച അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടായിരുന്ന പിണക്കം മാറുന്നു, അതിന്റെ സൂചന നമ്മൾ കാണുന്നുണ്ട്. അത് നല്ല കാര്യമായി. രമേശിനെ സംബന്ധിച്ചോളം, രമേശിനെ നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസക്തിയും പൊസിഷനും എന്താണെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു പടി മുകളിലേക്ക് കയറാൻ ആ അടുപ്പം കൊണ്ട് NSS-ന്റെ ആ അകൽച്ച അല്ലെങ്കിൽ പിണക്കം അല്ലെങ്കിൽ ആ മഞ്ഞുരുകൽ ഉണ്ടാകും. അത് ഒരു നേട്ടം എന്നതിനപ്പുറത്ത് അദ്ദേഹം മന്ദം ജയന്തി യോഗത്തിൽ പ്രസംഗിച്ച ഉടനെ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവും, അല്ലെങ്കിൽ SNDP-യുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ ഉടനെ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവും, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അദ്ദേഹം സർവ്വതാ യോഗ്യനാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒരു അവസരം കിട്ടേണ്ടതാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ശരിയാണ്. നമ്മുടെ റിപ്പോർട്ട് എന്താ പറയുന്നത്? NSS-ന്റെ SNDP-യുടെയും കഴിഞ്ഞു. പിന്നീട് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു നേതാവായിട്ട് ജനങ്ങളുടെ ഇടയിൽ മാറിയത് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നമ്മളിത് എവിടെയാണ് കാണുന്നത്? നമ്മുടെ രാഷ്ട്രീയം പറയുന്ന ഉടനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അതനുസരിച്ചല്ലല്ലോ പറയേണ്ടത്. SNDP-യുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞാലാണോ, അതനുസരിച്ചാണോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്? അല്ലെങ്കിൽ NSS-ന്റെയോ അല്ലെ SNDP അത് പറയാൻ എന്ത് അവകാശമാണെന്ന് ഞാൻ ചോദിച്ചോട്ടെ. LDF ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഒന്ന് ഇടപെട്ടോട്ടെ. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് യോഗ്യനാണ് രമേശ് ചെന്നിത്തല എന്നതിലാണല്ലോ വലിയ ചർച്ചകളൊക്കെ ഉയർന്നു വന്നത്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരണം വന്നിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണം എന്ന് നിർദ്ദേശിക്കാനുള്ള അവകാശം NSS-നും SNDP-ക്കും ഒക്കെ ഉണ്ട്. അതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ പാർട്ടിക്ക് പുറത്തെ അഭിപ്രായ രൂപീകരണം ഒക്കെ ഒരു ഘടകമായി മാറില്ലേ? ഇനി പാർട്ടിക്കുള്ളിലേക്ക് വന്നാൽ പാർട്ടിക്കുള്ളിൽ ആരാകണം ലീഡർഷിപ്പിലേക്ക് വരേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ പലവിധ ചർച്ചകൾ, പലതും പുറത്തേക്ക് ചില ആളുകൾ നേരത്തെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വരെ ശേഷമൊക്കെ നമ്മൾ കണ്ടു. പുറത്തേക്ക് ചില ചർച്ചകൾ പറയുന്നുണ്ടായിരുന്നു, പാർട്ടിക്കുള്ളിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ രാഷ്ട്രീയ സാഹചര്യമായി കൂട്ടി വായിക്കേണ്ടില്ല. അല്ലാതെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് കണ്ടാൽ മതിയോ? അല്ല, അത് സാധാരണമായി നടക്കുന്ന പ്രക്രിയയ്ക്ക് അപ്പുറത്തൊന്നുമില്ല. കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച സംഘടനാ പുനഃസംഘടനയെ കുറിച്ചാണ്, അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തെ കാര്യം കൊണ്ടുവന്നതല്ല. താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിച്ചു സാമുദായിക സംഘടനകളിലൊക്കെ പുറത്തൊരു അഭിപ്രായ രൂപീകരണം നടത്തുന്നതിൽ എന്താ തെറ്റെന്ന്. ഞാൻ ചരിത്രത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുക. ഏത് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ സാമുദായിക സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്? ഒരു ചരിത്രം പറയാമോ? സാമുദായിക സംഘടനകൾ ആകെ തീരുമാനിച്ചു എന്നതല്ലല്ലോ, സാമുദായിക സംഘടനകൾ ആകെ തീരുമാനിച്ചു എന്നുള്ളതല്ലല്ലോ. ആ പിന്തുണയും ഒക്കെ പലപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്കാണെങ്കിലും KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിനാണെങ്കിലും ഒരു അഭിപ്രായ രൂപീകരണം എന്ന നിലയിൽ അതൊക്കെ വിലയിരുത്തപ്പെട്ടല്ലേ പോകാറുള്ളൂ, അല്ലാതെ ഏകപക്ഷീയ പാർട്ടി ഒരു തീരുമാനമെടുക്കുകയല്ലോ. താങ്കൾ എനിക്ക് ഒരു മറുപടി പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് തരുന്നില്ല. അതാണ് അതിന്റെ അതേ പ്രശ്നം. KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, മുഖ്യമന്ത്രി ഇവരെയൊക്കെ തീരുമാനിക്കുന്നതിൽ ഒരു സാമുദായിക സംഘടനകളും അവരുടെയൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. അവരാരും പറഞ്ഞതുപോലെ അല്ല നടന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത് ഏത് സാമുദായിക സംഘടനയുടെ പിന്തുണയില? ആന്റണി, കെ കരുണാകരൻ, അതിന് മുമ്പ് അങ്ങോട്ട് പലര്, ആർ ശങ്കർ, പലര് വന്നിട്ടുണ്ടല്ലോ.
ഇവരൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ സാമുദായിക സംഘടനകളുടെ താങ്കൾ പറഞ്ഞു പാർട്ടിക്ക് പുറത്തൊരു പൊതുജന അഭിപ്രായ രൂപവൽക്കരണത്തിൽ ഇവർക്ക് പങ്കില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, മുമ്പ് ഞാനതാണ് പറഞ്ഞു തുടങ്ങിയതാ. ഞാൻ ഇവിടെ LDF കാലാകാലങ്ങളിൽ ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? SNDP പറഞ്ഞിട്ടുണ്ടോ? NSS പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, SNDPക്ക് വളരെ സ്വീകാര്യരായിരുന്നല്ലോ KR ഗൗരിയമ്മ, അതുപോലെ തന്നെ പിന്നെ സുശീല ഗോപാലൻ. ഇവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും അടുത്തെത്തിയതാണല്ലോ. ഒരു പടിയൂടെ കടന്നാലും അവർ മുഖ്യമന്ത്രിയായിരുന്നു. അത് SNDPക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ചോട്ടെ, എന്താ UDFന്റെ കാര്യം വരുമ്പോൾ മാത്രം സാമുദായിക സംഘടനകൾക്ക് അഭിപ്രായം പറിച്ചില്? എന്താ LDFന്റെ കാര്യം വരുമ്പോൾ, CPMന്റെ കാര്യം വരുമ്പോൾ CPM സെക്രട്ടറി അല്ലെങ്കിൽ CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? ഇത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങ്. അപ്പം രമേശിന് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്, ഞാൻ രമേശിന്റെ എല്ലാ ക്രെഡൻഷ്യൽസ്, രമേശിനുള്ള അർഹത അത് ഞാൻ 1% പോലും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം അതിൽ സർവ്വതാ യോഗ്യനാണ്. പക്ഷെ നമുക്കറിയാം കേരളത്തിലെ ഒരു രീതി, കോൺഗ്രസിന്റെ രീതി പലപ്പോഴും പ്രതിപക്ഷ നേതാവ് ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കും ഈ കാര്യത്തില്. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് പിന്നീട് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ആ ഒരു അപ്രകാരന്റെ ഇവിടെ സതീശനുണ്ട്, ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. അദ്ദേഹം പിന്നെ രമേശിന്റെ കാര്യം SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞപ്പോ അദ്ദേഹം അതിന് മെക്കെട്ട് കയറുന്നത്, അതിനെ എതിർത്തിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പോടെ കാണിച്ചു. ആയിക്കോട്ടെ, രമേശിന്റെ കാര്യം പറഞ്ഞിരുത്താ തെറ്റ്, അതുകൊണ്ട് സതീശന്റെ ചാൻസസ് ഇല്ലാതാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു നിമിഷം, ഒറ്റ കാര്യം കൂടി. അല്ല ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഞങ്ങൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് പറഞ്ഞാലല്ലോ, ഈ ചർച്ചകളെ കുറിച്ച് സൂചിപ്പിക്കുകയല്ലേ. അല്ലെങ്കിൽ VD സതീശനാണ് സ്വാഭാവികമായി ചോദിച്ചത്. സ്വാഭാവികമായും അങ്ങനെയാണ്. അതിന് മുൻപൊക്കെ സംഭവിച്ച അങ്ങനെയാണ്. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കുന്ന ആൾ അതേ സ്വാഭാവിക ചോയ്സായി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു LDFൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ സെക്രട്ടറി പറയാൻ കാത്തിരിക്കും, മുഖ്യമന്ത്രി പറയാൻ കാത്തിരിക്കും എന്നൊക്കെ. ഇത് കോൺഗ്രസിൽ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചതല്ലല്ലോ. കാലാകാലമായിട്ട് ഈ തരത്തിൽ തന്നെയാണല്ലോ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്.